ബലാത്സംഗ കേസ് പ്രതിയായ എം മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കില്ലെന്ന് CPIM. രാജ്യത്തെ ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുകേഷിന് രക്ഷാകവചം ഒരുക്കിയത്. കുറ്റാരോപിതനായ ഘട്ടത്തിൽ രാജി ആവശ്യമില്ലെന്നും കുറ്റക്കാരനായാൽ നടപടിയെടുക്കുമെന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണം. വിഷയത്തിൽ പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ നിലപാടിനെ സംസ്ഥാന സെക്രട്ടറി തള്ളി. എം മുകേഷിനെ പരമാവധി സംരക്ഷിക്കുകയാണ് CPIM. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. UDFന്റെ 2 MLA-മാർക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ട് അവർ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ നിരത്തിയാണ് മുകേഷിനെ സംരക്ഷിക്കാനുള്ള CPIM നിലപാട്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന നിലപാട് വേണ്ടെന്നായിരുന്നു പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നതുകൊണ്ടാണ് ആരോപണം ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത്. MLA-മാർ അങ്ങനെയല്ല. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ശേഷം കുറ്റവിമുക്തനായാൽ ധാർമ്മികതയുടെ പേരിൽ തിരികെ വരാൻ കഴിയില്ല എന്നാണ് രാജി ഒഴിവാക്കാനുള്ള മറ്റൊരു ന്യായീകരണം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ച CPI-യെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം.